എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ മീനാക്ഷിയോട് പറയണം, നിങ്ങളൊക്കെ ഗോമതിനെ കണ്ടുപഠിക്കണം. അവള് രാവിലെ എഴുന്നേറ്റിട്ട് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങൾ A to Z കാര്യങ്ങളെല്ലാം നോക്കൂന്ന് പറയാം. അവള് ചെയ്യുന്നതിന് നാലിലൊന്ന് ജോലികൾ ഇവിടെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അവള് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ആരെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ ഈ വീട്ടില് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു, അതെ അമ്മേനെ ഞാൻ ഇവിടെ വന്ന നാള് തൊട്ട് ഞാൻ കാണുന്ന, എനിക്ക് അമ്മേനെ നന്നായിട്ടറിയാം. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചാൽ ഗുണമിരിക്കണേ. അമ്മ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു, എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി. അവസാനം അമ്മയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നില്ലേ? എന്തേലും പ്രയോജനം ഉണ്ടായോ? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിന്ന സമയത്ത് അമ്മയ്ക്ക് വല്ല ജോലിക്കും പോയായിരുന്നെങ്കിൽ ഇപ്പൊ അമ്മയ്ക്ക് ബാങ്ക് ബാലൻസ് എങ്ങാനും കണ്ടേരം. ഇതൊന്നും ഇല്ലാതെ അമ്മയ്ക്ക് എവിടെയോ പോയി കിടക്കേണ്ട വന്നില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, എവിടെയോ പോയി കിടന്നോ? അവള് പോയി കിടക്കുന്ന എവിടെയെന്നറിയാവോ? എന്റെ മകന്റെ അടുത്താന്ന് പറയണ. ഇത് കേട്ടത് മീനാക്ഷിക്ക് ചിരി വന്നു. മകന്റെ അടുത്താണ് പോലും, ഇപ്പോഴെങ്കിലും മകനാന്നൊന്ന് അംഗീകരിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു മീനാക്ഷിയുടെ മനസ്സറിയും. അല്ലാതെ അവള് വേറെ ആരുടെയും വീട്ടിലല്ല പോയി കിടക്കണേന്ന് പറയാ. അതുകൊണ്ട് എന്താ വെച്ചാ പ്രയോജനം ഇരിക്കുന്നേ? അമ്മ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ട് അമ്മേനെ മനസ്സിലാക്കാനായിട്ട് അച്ഛന് സാധിച്ചോ? ഇല്ലല്ലോ. അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അച്ഛനൊന്ന് വിളിക്കുവോ അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും തിരക്കോ ഇങ്ങോട്ട് തിരികെ വിളിക്കുവോ? ഒന്നും ചെയ്തില്ലോ. പിന്നെ അച്ഛൻ എന്തിനാ വലിയ വർത്താനം പറയണെന്ന് ചോദിക്കാം. ഞാൻ വലിയ വർത്താനം പറഞ്ഞല്ല, മനസ്സിലായി അച്ഛാ. ആർക്കും താന്നു കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും ബാലിന് ആകപ്പാടെ ദേഷ്യമാണോ സങ്കടമാണോ എന്താ പറയേണ്ടെന്ന് അറിയത്തില്ല. മീനാക്ഷി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാന്നുള്ള കാര്യം ബാലിനറിയാം. പക്ഷെ പെട്ടെന്ന് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് വല്ലാത്തൊരു മടി. എന്ത് ചെയ്യണമെന്നറിയ അവസ്ഥയില് ബാലിന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, ഞാൻ പറയാനുള്ള ഞാൻ പറഞ്ഞു. ഇനി അച്ഛന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അച്ഛൻ ചെയ്തോ. ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അല്ലെങ്കിൽ തന്നെ അച്ഛനും ചിന്തിക്കാവുന്നുള്ളൂ. അമ്മ ഇവിടുന്ന് പോയിട്ട് ഇത്രയും ദിവസമായി, ഒന്ന് തിരിച്ചു വിളിക്കായിരുന്നു. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇത്രയും കാലം അമ്മ എല്ലാരും പരിപാലിച്ചു പോന്നല്ലേ. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, അതെ അവള് മാത്രല്ല ഈ കുടുംബത്തിലേക്ക് കഷ്ടപ്പെട്ട ഞാനും കൂടെ കൊണ്ടുവന്ന് അധ്വാനിച്ചു കൊണ്ടു തരുന്നോണ്ട് അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. എന്നാലും വെച്ചാ അതല്ലല്ലോ എന്റെ ഒരു മര്യാദയെന്ന് പറയണം. ഇത് കേട്ടൻ ബാലിന് പിന്നെ മിണ്ടാട്ടം മുട്ടിപ്പോയി. മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഗോമതി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ഗോമതിക്ക് വീടിനെ കുറിച്ചുള്ള ചിന്ത, ബാലിനെ കുറിച്ചുള്ള ചിന്ത, അങ്ങനെ അതെല്ലാം മനസ്സിലേക്ക് വരുമ്പോ മിത്ര എങ്ങോട്ട് വന്നു. എന്താ പച്ചി ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയണം. അത് പിന്നെ ഒന്നുമില്ലാന്ന് പറയണേ. എനിക്കറിയാം ഇത്ര ദിവസമായിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് അങ്കിളൊന്നും വിളിച്ചു പോലും ഇല്ല. അതല്ലേ മനസ്സിലെ വിഷമം. ഒന്ന് വിളിച്ച് സുഖമാണോ ഗോമതി എന്നൊന്ന് ചോദിച്ചില്ല അപ്പച്ചിയോട്. അതല്ലേ പ്രശ്നം എന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. എന്തിനാ അപ്പച്ചി കള്ളത്തരം പറയണേ? എനിക്കറിയാം. അല്ലെങ്കിലും ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം അങ്കിളൊന്നും വിളിച്ചിട്ടില്ല. ഒരു പൂച്ചക്കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പോലും നമ്മളെല്ലാരും അന്വേഷിക്കും. അതുപോലും ഇല്ലല്ലോ. അപ്പൊ അത്രേ സ്നേഹമുള്ളൂ അപ്പച്ചിയോട് അങ്കിളിന്. അതുകൊണ്ടല്ലേ എന്ന് പറയണം. വെറുതെ നീ ഇത്രേ ബാലേട്ടനെ കുറ്റപ്പെടുത്താൻ നിൽക്കേണ്ടെന്ന് പറയണം. ഓഹോ, കുറ്റം പറഞ്ഞപ്പോ അങ്ങ് സഹിച്ചില്ലല്ലേ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ആര്യനെ അങ്ങോട്ട് വന്നു. ആര്യനോടും ഇത്ര കേട്ടില്ല ആര്യ. അപ്പച്ചി പറയണേ, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത്? ഇത്രയും ദിവസമായിട്ട് പോയിട്ട് അച്ഛനൊന്നും തിരികെ വിളിച്ചു പോലും ഇല്ല. അപ്പച്ചിക്കാണെങ്കിൽ വീട്ടുകാരെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും. അതിന് എനിക്ക് വീട്ടുകാരെ കുറിച്ചുള്ള ഓർമ്മകൾ നിന്നോട് ആര് പറഞ്ഞു? ആരും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പച്ചിയുടെ മനസ്സ് വായിച്ച് അറിയാൻ മേലെന്ന് നിൽക്കും. പിന്നെ എന്റെ മനസ്സ് വായിച്ചു പോലും ഞാൻ അതുകൊണ്ടെന്നാ നല്ല സങ്കടപ്പെട്ടിരുന്നേ. വേറെ പല കാര്യങ്ങളും ഓർത്തിട്ടാന്ന് പറയണം. എന്ത് കാര്യങ്ങള്? അതൊക്കെ മനുഷ്യന് കുറെ കാര്യങ്ങളൊക്കെ ആലോചിക്കല്ലേ. അതൊക്കെ ഓർത്തിട്ടാ, അല്ലാതെ ഇപ്പൊ ബാലേട്ടനെ കുറിച്ച് ഓർത്തിട്ടൊന്നും അല്ല. പിന്നെ മൈൻഡ് വായിക്കാൻ വന്നിരിക്കുന്ന ഒരാള് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, ഇവക്കൊന്നും അറിയത്തില്ലമ്മേ, ഇവള് ചുമ്മാ പറയണ. ഇത് കേട്ടതും കോമതി പറഞ്ഞു, ദേ എല്ലാവർക്കും കൂടി കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്ന് പറയണം. മിത്ര പറഞ്ഞു, ഇതെന്താ അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയണേ? ഇറങ്ങി പോവാനോ? അതിന്റെ കാര്യമൊന്നുമില്ല അപ്പച്ചി, ഇറങ്ങിപ്പോട്ട കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, എല്ലാവർക്കും എപ്പോഴും എല്ലാം തമാശയായിട്ട് തോന്നണമെന്നില്ല. അതിന് അതിൻ്റെതായ സന്ദർഭവും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. പറഞ്ഞു കേട്ടല്ലോ. ഇനി ഇങ്ങനെ തമാശ എന്റെ അടുത്തേക്ക് പറയാൻ വരണ്ടെന്ന് പറയണം. മിത്രയ്ക്കും ആണ് ആകെപ്പാടെ വിഷമായി. അപ്പൊ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുന്ന കരുതിയില്ല. ഈ സമയം ബാലിനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് മുറി കൂടെ ഇരിക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് കടന്നു വരുവാണ്. ബാലൻ ചോദിച്ചു, എന്താ ഗോമതി നീ എവിടെയായിരുന്നു ചോദിക്കണം. എന്നാലും ബാലേട്ടാ ഞാൻ പോയിട്ട് ബാലേട്ടനെ ഒന്നും വിളിച്ചില്ലോ. നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലോ. എനിക്ക് സുഖമാണോ എന്ന് പോലും ചോദിച്ചില്ലോ. ഇതെല്ലാം കൊള്ളാട്ടോ. ബാലോണ്ട് എന്നോട് ഒരു സ്നേഹമില്ലെന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. നിനക്ക് എന്നോട് സ്നേഹമില്ലാന്ന് ഞാൻ ഒരിക്കലും പറയാനും പോകുന്നില്ല. നീ എന്റേതല്ലേ, ഈ ഗോമതിയുടെ അല്ലേ എന്ന് പറയണം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ പെട്ടെന്ന് നോക്കിയപ്പോ ഗോമതിനെ അവിടെ കണ്ടില്ല. അപ്പം ബാലിന് മനസ്സിലായി താൻ കണ്ടത് വെറുതെ ആയിരുന്നെന്ന്, തന്റെ തോന്നല് മാത്രമായിരുന്നു. പിന്നീട് ബാലൻ ബെഡിലേക്ക് പോയിരുന്ന് കഴിയുമ്പോഴത്തേനും ബാലിന്റെ ഫോണിലേക്ക് ഉദയഭാനിന്റെ കോള് വരുവാണ്. ഉദയഭാനു സാർ എന്തിനായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നത്? അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യണം. കോൾ അറ്റൻഡ് ചെയ്ത് ബാലൻ ചോദിച്ചു, എന്താ സാർ എന്താ കാര്യം?
അല്ല ബാലൻ കിടന്നാലെന്ന് ചോദിക്കുക. ഇല്ല കിടന്നില്ല, കിടക്കാൻ തുടങ്ങുമായിരുന്നു പറയാം. ഞാൻ ചുമ്മാ വിളിച്ച ബാല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു സാറേന്ന് പറയണം. എന്റെ ഭാര്യ ശ്രീകലയ്ക്ക് ഒരേ ഒരു നിർബന്ധം, ഇപ്പം ബാലന്റെ ഭാര്യയോട് സംസാരിക്കണം ഗോമതിയോട്. അതിനു വേണ്ടി വിളിച്ച. ഗോമതി അടുത്തുണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കാവെന്ന് ചോദിക്കും. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അല്ല അത് പിന്നെ ഗോമതി അടുത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഉദയഭാനു ചോദിച്ചു, അല്ല ഗോമതി എവിടെ പോയതാന്ന് ചോദിക്കണം. അവള് കുളിക്കുവാന്ന് പറയണം. ഓ ആണോ, എന്നാ ഒരു കാര്യം ചെയ്യാം, അതിനെല്ലാം ശേഷം വിളിച്ചാൽ മതി എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നാളെ വിളിക്കാം. ഇനിയിപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ആഹാരമൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ ഒരു സമയം, അപ്പൊ ആ സമയം അത് ഒത്തിരി രാത്രിയാണ്, നിങ്ങൾ കിടന്നുറങ്ങിപ്പോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വിളിക്കാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞാൽ ഒരു കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബാലനാട് ആ പടം വെപ്രാളം. ഇനിയിപ്പോ നാളത്തെ ഇവർ വിവരങ്ങളൊക്കെ അറിയും, ഗോമതി ഇവിടെ ഇല്ലെന്നുള്ള സത്യം. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറുവോ എന്നൊരു ചിന്ത ബാലിനെ അലട്ടാനായിട്ട് തുടങ്ങി. ആ സമയം ശ്രീകലയോട് ഉദയഭാനു പറഞ്ഞു, കണ്ടില്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ, അവള് അവിടെ ഇല്ല, ആ ഗോമതി എന്ന് പറയുന്ന അവരവിടെ ഇല്ല, അവര് മകന്റെ അടുത്താന്ന് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം. അല്ല അതെങ്ങനെയാ ഉദയായിട്ട് അങ്ങനെ നടക്കണേ? അതൊക്കെ ഉണ്ട്, അതിനല്ലേ നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. നാളെ ബാലിന് ഇനിയിപ്പോ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കളി ഇങ്ങോട്ട് തുടങ്ങാൻ പോണെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വന്ന ഐശ്വര്യമാണ് ആ തട്ടിത്തെറിപ്പിക്കലെന്ന് പറയണേ. എങ്ങനെ തെറിപ്പിക്കാനായിട്ട്? ഒരു കാരണവശാലും അതും തട്ടിത്തെറിപ്പിക്കാൻ പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് മിത്ര ആരും കിടന്നുറങ്ങണം. അങ്ങനെ നല്ല ഉറക്കത്തില് ആരും മിത്രനെ അറിയാതെ കെട്ടിപ്പിടിക്കണം. മിത്ര ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉറക്കത്തിൽ തന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേന് ആരുടെ കൈ തന്നെ ദേഹത്തിരിക്കുന്നുണ്ട്. മിത്ര ഇച്ചിരോടെ അതിന്റെ അടുത്തേക്ക് കിടക്കണം. അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഗോമതി ബാലേട്ടെന്ന് പറഞ്ഞ് അലറി വിളിച്ചെഴുന്നേക്കുന്നത്. ഗോമതി ഒരു സ്വപ്നം കാണുമായിരുന്നു. ഈ ശബ്ദം മിത്ര കേട്ടു. മിത്ര പെട്ടെന്ന് ആന്റെ കൈയെടുത്ത് മാറ്റിയിട്ട് ആനെ കുലുക്കി വിളിക്കുകയാണ്. ആര്യ എഴുന്നേക്കരയാ. അപ്പച്ചി കരയുന്ന ശബ്ദം കേട്ടെന്ന് പറയണേ. കരഞ്ഞോ? എവിടെ? മുറിയിൽ പോയി നോക്കാം എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വരുന്നതിമ്പത്തേനും ഇരട്ടത്ത് ഗോമതി ഇങ്ങനെ എഴുന്നേറ്റിരിക്കുവായിരുന്നു ബെഡേല്. എന്തോ സ്വപ്നം കണ്ട് ബാലേട്ടാന്ന് പറഞ്ഞ് ഞെട്ടി വിളിഞ്ഞ് എഴുന്നേറ്റതാണ്. എന്താ അമ്മയെന്ന് ചോദിച്ചാൽ പോയി ലൈറ്റ് ഇടുവാണ് ആര്യനെ. ഒന്നുമില്ല മോനെ, എന്തോ കാര്യമായിട്ടുണ്ട്. അമ്മ സ്വപ്നം വല്ലതും കണ്ടോന്ന് ചോദിക്കണം. സ്വപ്നം കണ്ടു. പെട്ടെന്ന് മിത്ര വെച്ച് അച്ഛനെയാണോ കണ്ടേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ ഒന്നുമില്ലാന്ന് പറയണ. ഒരു കാര്യം ചെയ്യ, അമ്മ അങ്ങോട്ട് വാ, ഞങ്ങളിവിടെ കിടക്കാന്ന് പറയണം. വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറയാം, എനിക്ക് കുഴപ്പമില്ലാന്ന് പറയണം. എന്താ അമ്മ അങ്ങോട്ട് വന്ന് കിടക്കാൻ പറയണം. പക്ഷെ ആരും പോയില്ല. അല്ല പക്ഷേങ്കില് ഗോമതി പോയില്ല. ഗോമതി അവിടെ തന്നെ ഇരിക്കുക. ഗോമതി നിങ്ങൾ പോയി കിടന്നു, ഉറക്കം കളയണ്ടെന്ന് പറയാം. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊക്കോളാൻ പറയണം. അങ്ങനെ അവര് മുറിയിൽ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഇങ്ങനെ ആലോചിച്ചിട്ട് കിടക്കുക. പിന്നീട് വന്ന് കടന്നു കഴിഞ്ഞപ്പോഴത്തേനും മിത്ര ആര്യനോട് പറഞ്ഞു, അതെ ആര്യ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അപ്പച്ചിയുടെ മനസ്സിലും ഈ പറയുന്ന അങ്കിളുടെ മനസ്സിലും രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണെന്ന് പറയണം. അതെങ്ങനെ നിനക്ക് മനസ്സിലാവും? അപ്പച്ചിയുടെ മുഖം കണ്ടാൽ അറിയാമല്ലേ. അങ്കിളിനെ കാണാതിരിക്കാനായിട്ട് അപ്പച്ചിക്ക് സാധിക്കുന്നില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് അച്ഛനും. പക്ഷെ പരസ്പരമുള്ള ഈഗോ കാരണം അവരൊന്നും തുറന്നു പറയുന്നില്ലെന്ന് പറയാം. ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ശരിയാ. പക്ഷെ ആനന്ദന്റെ കല്യാണമല്ലേ വരാൻ പോണേ. കല്യാണം ഇനിയിപ്പം അമ്മ കാരണം ഇനിയിപ്പം മുടങ്ങിയിട്ടുണ്ടെങ്കിലോ? ആര്യം പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നോക്കിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ, അവരെ രണ്ടുപേരും വീണ്ടും ഒന്നിപ്പിക്കണം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിപ്പിക്കാനാണ് പ്രയാസം. നമുക്ക് അടുത്ത എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കാന്ന് പറയണേ. എന്ത് തന്ത്രം? നമുക്ക് അപ്പച്ചിയോട് നേരിട്ട് തന്നെ പറഞ്ഞു വെക്കാം. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കരുതുന്നത് എന്താണെന്നറിയോ? അമ്മേനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ധൃതിയായിട്ട് പറഞ്ഞു വിടുന്നതാ. അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോയി തലയിടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. അത് ശരിയാ. പക്ഷേങ്കില് എന്ത് പക്ഷേങ്കില്? ഒരു പക്ഷേങ്കിലും ഇല്ലെന്ന് പറയണം. പെട്ടെന്ന് മിത്ര പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആരിന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ വായിച്ചെടുക്കട്ടെ എന്ന് പറയണേ. ആരിനും ഈ പറയുന്ന അച്ഛനും എല്ലാം ഒരേ സ്വഭാവക്കാരാ. മനസ്സിൽ എന്തേലും വെച്ച് പുറമേ എന്ന് പറയുന്നു പറയാം. പിന്നെ മനസ്സിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. അന്ന് നിങ്ങളുടെ മുഖം കാണിക്കുക, ഞാൻ പറയാന്ന് പറയണേ. അങ്ങനെ മിത്രയുടെക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആരിനെ ഇങ്ങനെ ചിരിഞ്ഞു കിടക്കണം. പെട്ടെന്ന് മിത്ര മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ ആരിന്റെ മനസ്സിലുള്ള എന്താന്ന് പറയട്ടെ. ഞാൻ ചോദിച്ചു ചെയ്യുമ്പോൾ എന്തെങ്കിലും കള്ളത്തരം പറയണം. അങ്ങനെ കള്ളത്തരം പറയുവാണെങ്കിൽ എന്റെ മനസ്സിലുള്ള സത്യങ്ങളൊന്നും കണ്ടുപിടിക്കത്തില്ലോ. ആ ഒരു ചിന്തയല്ലേ ഉള്ളതെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ആരിന് മനസ്സിലായി, ഇവിടെ നിസ്സാരക്കാരിയൊന്നുമല്ല, മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. നീ ഒന്ന് ഉറങ്ങാൻ നോക്കിയേ എന്നൊക്കെ പറഞ്ഞോണ്ട് മിത്രയോട് ആരും ദേഷ്യപ്പെടുവാണ്. പിറ്റേ ദിവസം രാവിലെ ബാലിനെ പോകാനായിട്ട് ഇറങ്ങണ സമയത്ത് ബാലൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് അനുസരിച്ച് പുറയുന്ന് വിളിക്കണം. അച്ഛാന്ന് വിളിച്ചോണ്ട്, എന്താ പുറയുന്ന് വിളിച്ചേ? നിനക്ക് അറിയാൻ പാടില്ല പുറയുന്ന് വിളിക്കില്ലെന്ന്, പിന്നെ എന്തിനാ പുറയുന്ന് വിളിച്ചെന്ന് ചോദിക്കാം. ഇത് കേട്ട അനുസരിച്ച് പറഞ്ഞു, അച്ഛൻ ബാഗ് എടുത്തോണ്ട് പോയില്ല, ഇതൊക്കെ ഓർപ്പിച്ച് എന്റെ കൊണ്ട് തരണ്ടേ. അതന്നെ അച്ഛൻ അവിടെ ഓർപ്പിച്ച് ഞാൻ എടുത്തു വെച്ചിരുന്നേ. ഗോമതിയായ സമയത്ത് പൂജാമറി വെച്ചിട്ട് അതെന്റെ കൊണ്ട് തരുക പതിവ്, അതെനിക്ക് അറിയത്തില്ലെന്ന് ചോദിക്കാം. അച്ഛൻ എന്നും പറഞ്ഞോണ്ട് ഞാൻ അവിടെ അടുക്കള പണിയായിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ ബാഗും പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റുന്ന കാര്യമാണോ? നിൽക്കേണ്ട കാര്യത്തിന് നിൽക്കണം, പറഞ്ഞ മനസ്സിലായാലോ. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് പറയാണ്.
ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അല്ല അച്ഛൻ ഇത്ര ഇതാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മേനെ പോയി വിളിച്ചോണ്ട് വരാൻ പറയണോ? ഓഹോ, അപ്പൊ അതാ നിന്റെയൊക്കെ ഉള്ളിലിരിപ്പില്ലേ? അതങ്ങനെയൊന്നും നടക്കാൻ പോണില്ല എന്ന് പറയണം. അച്ഛനല്ലേ പറഞ്ഞേ അമ്മ ഈ വീടിന്റെ ഐശ്വര്യ വിളക്കാന്നൊക്കെ. പിന്നെ അമ്മേനെ പോയി വിളിച്ചോണ്ട് വരണ്ടെന്ന് ചോദിക്കാം. ഞാൻ അങ്ങോട്ട് പോയി വിളിച്ചോണ്ട് വന്നിട്ട് അവൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് തോന്നുമ്പോ അവള് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ അവളെ ഇറക്കി വിട്ടൊന്നും അല്ലോ, അവള് സ്വയം മനസ്സാലെ പോയതല്ലൊക്കെ അല്ലേന്ന് പറയണം. ഇത് കേട്ട അനുസരിച്ച് പറഞ്ഞു, എന്നാലും വെച്ചാ എന്തിനാ അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? മീനാക്ഷി പറഞ്ഞു, അച്ഛന്റെ മനസ്സിൽ നല്ല സ്നേഹമെന്ന് പറയാം അമ്മയോട്, പക്ഷെ അച്ഛൻ അത് പ്രകടിപ്പിക്കാത്ത അല്ലേന്ന് ചോദിക്കുക. ഇങ്ങനെ പ്രകടിപ്പിക്കാതിരുന്ന എത്ര കാലം അച്ഛന് മുന്നോട്ട് പോകാൻ സാധിക്കും? ഒരു പക്ഷെ അമ്മയുടെ സ്വഭാവം അറിയാലോ എന്താന്ന്. ഇത് കേട്ടതും ബാലന് ആ പടം കൺഫ്യൂഷനായി. പോയി വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ഓർത്തിട്ട് ആരിനെ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരിനെയും കൂടെ വിളിക്കണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ബാലൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് മീനാക്ഷി അനുസരിച്ചോട് വന്നിട്ട്, കണ്ടോ അച്ഛൻ ഉറപ്പായിട്ടും അമ്മേനെ പോയി വിളിക്കും, വിളിക്കാതിരിക്കാൻ അച്ഛന് പറ്റില്ല. കാരണം വിളിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ആനന്ദന്റെ കല്യാണം മുടങ്ങും, അങ്ങനെ പല പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.